നമുക്കിത് തിളച്ച് വെച്ചിരിക്കുന്ന കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം അടുക്കളയിൽ വരെ നല്ല സ്മെല്ലാണ്. തേങ്ങയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ടല്ലോ. അതിൻ്റെ കൂടെ ചുവന്നുള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അടച്ചു വെക്കാം. അപ്പം നല്ല വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി ഉണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല നാടൻ കാച്ചിൽ കൊണ്ടാണ്. കാച്ചിൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണിത്. ഇത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാച്ചിൽ കറി കഞ്ഞിക്കും ചോറിനും ഒക്കെ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന് കാണും. അത് ഓൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്ന് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാച്ചിൽ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കാച്ചിലാണ്. ഞാനിപ്പോൾ ഇത്രയും കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളക്കാച്ചിലാണ്. വെള്ളയും വയലറ്റും കാച്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഞാനത് ചെത്തി വൃത്തിയാക്കി അതിന് ശേഷം ഒന്ന് കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വേവിക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുക്കറിലോട്ട് വെച്ച് അടച്ച് ഒന്ന് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുക്കർ അടച്ചിട്ടുണ്ട്, വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് വിസിൽ വരട്ടെ. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ കാച്ചിൽ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പം കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് തേങ്ങയോളം ഉണ്ട്. കുറച്ച് കൂടുതൽ കറി ഉള്ളത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള മുളക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങയും ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കൂടെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം അങ്ങ് വെണ്ണ പോലെ അരേണ്ട ആവശ്യമില്ല, ഒരുവിധം നന്നായി അരഞ്ഞാൽ മാത്രം മതിയാകും. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികം വെണ്ണ പോലെ അരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു അരവിലാണ് അരച്ചിരിക്കുന്നത്. നമ്മുടെ എരിശ്ശേരിയുടെ ഒരു അരവ് മതി ഇതിനും. അപ്പോൾ എന്തായാലും ഈ ഒരു അരവ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് കറക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ കാച്ചിലൊക്കെ ഇതേ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മാത്രം വേവിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു അരവിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. കരിവേപ്പില ഇട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്വല്പം മിക്സി കഴുകി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഏതായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് കഞ്ഞിക്കും ചോറിനുമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല കറിയാണ്. അതുപോലെ തന്നെ കാച്ചിലിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എന്താ പറയുന്നത്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടാണ്. ഇനി ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കാച്ചിൽ കറിയൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഇട്ട് ഉപ്പ് കുറവായിരുന്നു, അപ്പം കുറച്ച് അരപ്പുമൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചപ്പോഴത്തേനും ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അരപ്പൊക്കെ ഒന്ന് ചേർന്ന് വരട്ടെ. ഇപ്പം നമ്മുടെ കാച്ചിൽ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറി നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ഈ ഒരു ഇതിൽ വേണം നമ്മളിതൊന്ന് ഓഫ് ചെയ്യാൻ. ഞാനിതിപ്പം ഓഫ് ചെയ്യുവാണേ. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം.
വറ്റൽമുളകാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും മുളകും കറിവേപ്പിലയായി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉഴുന്നുപരിപ്പാണ്. നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതുപോലുള്ള കറിക്ക് ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് കാച്ചിൽ കറിക്കൊക്കെ. അപ്പോൾ ഉഴുന്നൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരണം. നന്നായി ഒരു എന്താ പറയുക, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകണം നമ്മുടെ ചുവന്നുള്ളിയും. ഉള്ളിയും കൂടെ ഒന്ന് നമുക്ക് മൊരിച്ചെടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പിടി തേങ്ങ ചുരണ്ടിയത്, നന്നായിട്ട് പൊടിയായിട്ട് ചുരണ്ടിയിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ആയാലും മതി. അപ്പോൾ അത് നമ്മൾ വറുത്തിടുമ്പോഴത്തേനും ഈ കറിക്ക് നല്ലൊരു അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതും കൂടെ ഒന്ന് മൊരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും ചുവന്നുള്ളിയും തേങ്ങയും എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിത് തിളച്ച് വെച്ചിരിക്കുന്ന കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം അടുക്കളയിൽ വരെ നല്ല സ്മെല്ലാണ്. തേങ്ങയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ടല്ലോ, അതിൻ്റെ കൂടെ ചുവന്നുള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക കാച്ചിൽ കറി കഞ്ഞിക്കും ചോറിനും പറ്റിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല കറിയാണിത്. അപ്പോൾ നമ്മുടെ കാച്ചിൽ കറിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞു. കടുകൊക്കെ വറുത്തിട്ടു. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇത് നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കും ചോറിനും ഒക്കെ കഴിക്കാനായിട്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, ഇതുപോലെ കാച്ചിൽ കറിയൊക്കെ വെച്ച് കൊടുത്താൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാനിതിപ്പോൾ പ്രത്യേക പാത്രത്തിലോട്ടൊന്നും എടുത്തില്ല, നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം മായ.